ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഡ്രീം മാളൂട്ടി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴി ഷോപ്പിംഗ് നടത്തിയിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ തന്നെ എല്ലാം അതാത് സ്ഥലത്ത് എടുത്ത് വെക്കും കേട്ടോ. അതാവുമ്പോൾ നമുക്ക് പിന്നീടൊരു പണി ഉണ്ടാവില്ല. മാളു ഇന്ന് എന്നെ സഹായിക്കുന്നുണ്ട്. മാളുവിന് ചുമയങ്ങ് കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നൊന്ന് തല പൊങ്ങിയിട്ടുണ്ടാണ്. അപ്പോൾ അടുക്കളയിൽ എന്നെ സഹായിക്കാനായിട്ട് ആൾ വന്നിരുന്നു. അപ്പം നമ്മൾ ഇതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അടുക്കളയിൽ പണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം എടുത്ത് വെക്കുകയാണ് കേട്ടോ. കടലയും പരിപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ വരുമ്പോൾ തന്നെ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് ടിന്നിലാക്കി വെക്കും. അത് മാളുവിൻ്റെ പണിയാട്ടോ. ഇന്ന് മാളു അതൊക്കെ ചെയ്ത് വയ്ക്കുകയാണ്. കുറേ ദിവസമായിട്ട്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്കൂളിലും പോകാതെ ഒന്നും ചെയ്യാതിരിക്കുന്നതിന് മാളുവിന് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇന്നിപ്പോൾ തലയൊന്ന് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ പോകുന്നതാണ് അടുക്കളയിലേക്ക്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അമ്പലത്തിൽ നിന്ന് വന്ന വഴി പുറത്തുനിന്ന് കഴിച്ച് മാളുവിനുള്ള മേടിച്ചുകൊണ്ട് വന്ന കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചത്തേക്കുള്ള ഉണ്ടാക്കിയാൽ മതി. ഉച്ചത്തേക്ക് ഇന്ന് കറി ഇരിപ്പുണ്ട്. ഇന്നലത്തെ കറി തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായി. പിന്നെ സൈഡ് കറിയായിട്ട് ഇന്ന് സോസേജ് ആട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോസേജ് നമ്മൾ വല്ലപ്പോഴും ആട്ടോ വയ്ക്കത്തുള്ളൂ. കാരണം അത് അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമൊന്നുമല്ല. പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ കാരണം ഇടയ്ക്ക് ഒന്നും ഉണ്ടാക്കും കേട്ടോ. ആദ്യം തന്നെ അരി അങ്ങ് അടുപ്പത്തിടും കേട്ടോ. അപ്പോൾ അത് വെന്തിരുന്നുള്ളൂല്ലോ. കുക്കറിലായിട്ട് അരി അടുപ്പത്തിടുന്നത്. കുക്കറിലിട്ടിട്ട് നല്ലോണം വേവണം. ഇവിടെ എല്ലാ സാധനങ്ങളും, കറിയാണെങ്കിൽ പയർ അങ്ങനെയുള്ള സംഭവമാണെങ്കിലും ചോറാണെങ്കിലും കറക്റ്റ് വേവിനേക്കാൾ ഇച്ചിരിയോടെ വേവ് മുന്നോട്ട് നിൽക്കണം. അങ്ങനെയാട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ കുക്കറിലിട്ട് 2 വിസിലടുപ്പിച്ചിട്ട് പിന്നെ വെള്ളം നല്ലോണം തിളപ്പിച്ച് അതിനകത്തിട്ട് ഊറ്റിയിടുകയാണ് ചെയ്യണം. തോരന് വേണ്ടിയിട്ട് ഇന്ന് ക്യാബേജ് വെക്കാമെന്നാട്ടോ കരുതുന്നത്. ക്യാബേജ് നമ്മൾ ആദ്യം തന്നെ അരിഞ്ഞിട്ട് കുറേ നേരം ഉപ്പും മഞ്ഞളും തിരുമ്മി അങ്ങ് വെച്ചേക്കും കേട്ടോ. അപ്പോൾ സോസേജും വെള്ളത്തിൽ കിടന്ന് കുറേ നേരം കിടക്കണം. പിന്നെ ക്യാബേജും. അപ്പോൾ അത് രണ്ടും കൂടെ സെറ്റാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ പാകം ചെയ്യാനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ക്യാബേജിൻ്റെ പണിയും കഴിഞ്ഞു. ഇത് ക്യാബേജ് വളർത്താൻ വേണ്ടിയിട്ടുള്ള സവാളയും കാര്യങ്ങളും അരിയാനാട്ടോ. അതിന് അനീഷേട്ടൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് മാള് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ അനീഷേട്ടൻ സവാളയൊക്കെ അരിഞ്ഞു തരും കേട്ടോ. എനിക്ക് വെള്ളിയാഴ്ചയാകുമ്പോൾ ആളുണ്ടാവില്ല. അപ്പോൾ ആ സമയത്തൊക്കെ എന്നെ അടുക്കളയിലുള്ള പണിക്കൊക്കെ സഹായിക്കാറുണ്ട് കേട്ടോ. സവാളയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞൊക്കെ തന്നു. അനീഷേട്ടന് പെട്ടെന്ന് ആരോ വിളിച്ചിട്ട് പുറത്തേക്ക് പോയി കേട്ടോ. ആ സമയത്ത് അടുക്കളയിലെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മാളൂട്ടി ഇവിടെ ബോറടിച്ചിരിക്കുക കേട്ടോ. അത് കാരണം മാളൂട്ടി പറഞ്ഞു എന്നോട്, മാളൂട്ടിയുടെ കുറച്ച് നേരം ഇരിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പാമ്പും കോണിയും കളിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പാമ്പും കോണിയും കളിക്കും. നല്ല രസമല്ലേ? എനിക്കിഷ്ടം കേട്ടോ അതൊക്കെ. മാളുവിന് ഇഷ്ടമാണ്. പക്ഷേ എല്ലാ പ്രാവശ്യം ഞാൻ തോക്കും കേട്ടോ. മാളു ജയിക്കുകയും ചെയ്യും. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ജയിക്കും. അങ്ങനെ ഇന്നത്തെ കളിയിലും മാള് കയറി വന്നിട്ടുണ്ട്. അതേ മാളു ഈ കളിയിലും മാളു ജയിച്ചു കേട്ടോ. ഞാൻ തോറ്റേ. മാളുവിന് മരുന്ന് കഴിക്കാറായിരുന്നു. അപ്പോൾ കളിയൊക്കെ ഞങ്ങൾ നിർത്തി. മാളുവിന് മരുന്ന് കൊടുത്തു. പിന്നെ ഇനി ആവി പിടിക്കണം. ആവി പിടിച്ചുമ്പോഴാട്ടെ നല്ല കുറവ് കിട്ടുന്നത്. പിന്നെ ചുമയുടെ മരുന്നുണ്ട്. ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. ഈ കലത്തിനകത്താട്ടോ ആവി പിടിക്കുന്നത്. ഇത് നല്ലോണം മൂടി വെച്ച് തിളപ്പിച്ചിട്ട് ആവി പിടിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ആവി കിട്ടും കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഇതിനകത്ത് അല്ലെങ്കിൽ പുട്ടുകുടത്തിനകത്ത് അങ്ങനെയാട്ടോ ഞങ്ങളിവിടെ ആവി പിടിക്കുന്നത്. മിഷ്യൻ പൊതുവെ യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ തലവേദനയ്ക്കും ജലദോഷത്തിനും ഒക്കെ നമുക്ക് ആ സമയത്തൊക്കെ ആവി പിടിക്കുമ്പോൾ നല്ലൊരാശ്വാസമാണ് കേട്ടോ. കഞ്ഞി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് കഞ്ഞിയിട്ട് തിളപ്പിച്ച് ഊറ്റിയിടും. അങ്ങനെയാട്ടോ കഞ്ഞി വയ്ക്കുന്നത്. ആവിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് നല്ലോണം ആവി പിടിപ്പിക്കും കേട്ടോ മാളുവിനെ. മാളു റൂമിൽ റെഡിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മാള് ഒരു 5-10 മിനിറ്റൊക്കെ അതിനകത്തിരുന്ന് ആവി പിടിച്ചോളൂ. ഇങ്ങനെ ആവി പിടിച്ച് കഴിയുമ്പോഴത്തേനും മൂക്കൊക്കെ ഒന്ന് തുറക്കും കേട്ടോ. മാളുവിൻ്റെ മൂക്കൊക്കെ മൊത്തം അടഞ്ഞിരിക്കുക. തണുപ്പും കൂടി ആയിരുന്നു രാവിലെ.
സോസേജ് വേവിക്കാൻ വെച്ചു. ഇനി ക്യാബേജ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. സോസേജിന് നല്ലോണം തടപ്പൊക്കെ പോയി സെറ്റായിരുന്നു. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് നല്ലോണം വേവിച്ചെടുക്കും. സോസേജ് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ചൂടാറാനായിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് അത് കട്ട് ചെയ്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി അതൊക്കെ തിരുമ്മി ഒന്ന് വച്ചിട്ട് എണ്ണ കുറച്ച് ഒഴിച്ച് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കും. ഒരുപാട് എണ്ണ ഒന്നും വേണ്ട, കുറച്ച് എണ്ണ. അപ്പോൾ നമ്മുടെ ക്യാബേജ് റെഡി ആയിട്ടുണ്ട്. സോസേജ് അടുപ്പത്ത് വെച്ചു. സോസേജ് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, വേവിച്ച് വെച്ചേക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കേട്ടോ. അപ്പോൾ അത് പകർത്തി വെച്ചു. പിന്നെ നമുക്ക് ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാനായിട്ട്. അതെല്ലാം കഴുകി കഴിഞ്ഞാൽ അടുക്കള പണി കഴിഞ്ഞു കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അനീഷേട്ടൻ വന്നു കേട്ടോ. അപ്പോൾ ചോറിനാനായിട്ട് എടുത്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് ഇങ്ങനെയാണ്. ചോറ്, സോസേജ്, പിന്നെ ഇച്ചിരി സാമ്പാർ, കുറച്ച് ക്യാബേജ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ്. ഇന്ന് ഞാൻ കഴിക്കില്ല കേട്ടോ, എനിക്ക് ഇന്ന് വ്രതമാണ്. അനീഷേട്ടനും മാളുവിനും വിളമ്പി കൊടുത്തു. അവരിതേ കഴിക്കാനിരിക്കുകയാണ്.